ശരി, സനിസയിലേക്ക് എത്താം. ഇപ്പോൾ ഗോവിന്ദചാമിയെ വിയൂർ സെൻട്രൽ ജയിലിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. രാവിലെയാണ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ഇയാളെ വിയൂരിലേക്ക് കൊണ്ടുവന്നത്. അതീവ സുരക്ഷാ ജയിലിലേക്ക് ഗോവിന്ദചാമിയെ മാറ്റുകയാണ്. കഴിഞ്ഞ ദിവസത്തെ കോലാഹലങ്ങളും നാടകീയ സംഭവങ്ങളും ഒക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. ഒടുവിൽ വൈകിട്ടോടുകൂടിയാണ് കണ്ണൂരിൽ നിന്ന് വിയൂർ സെൻട്രൽ ജയിലിലേക്ക് ഇയാളെ ഗോവിന്ദചാമിയെ മാറ്റാനുള്ള ഉത്തരവിറങ്ങിയത്. അതിനുശേഷം ഇന്നിപ്പോൾ രാവിലെയാണ് കണ്ണൂരിൽ നിന്ന് അതീവ സുരക്ഷയിൽ തന്നെയാണ് വിയൂരിലേക്ക് ഗോവിന്ദചാമിയെ കൊണ്ടുവന്നത്. ഇനിയിപ്പോൾ ഇവിടെ വിയൂർ സെൻട്രൽ ജയിലിലെ അതീവ സുരക്ഷാ സെല്ലിലായിരിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ ഗോവിന്ദചാമി കഴിയുക. ആ ദൃശ്യങ്ങളിലേക്ക്. നടരാജ് പരശുറാം വിയൂരിൽ നിന്ന് വിവരങ്ങൾ നൽകാൻ അയച്ചിരുന്നുണ്ട്. നടരാജ, എപ്പോഴാണ് ഗോവിന്ദചാമിയെ വിയൂരിൽ എത്തിച്ചത്? ഇനിയിപ്പോൾ അവിടുത്തെ സുരക്ഷ ഇയാൾക്ക് ഏത് രീതിയിലായിരിക്കും? അല്പസമയം മുമ്പാണ് ഗോവിന്ദചാമിയെ കൊണ്ടുള്ള സംഘത്തിന്റെ വാഹനം വിയൂർ ജയിലിലേക്ക് കടന്നുപോയത്. വിയൂർ ജയിലിന്റെ മെയിൻ എൻട്രൻസിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ വഴിയിലൂടെ അല്പസമയം മുമ്പാണ് പോയത്. വലിയ തരത്തിലുള്ള നിരീക്ഷണം ഗോവിന്ദചാമിക്ക് നൽകുമെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. കണ്ണൂരിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹത്തിന് സുരക്ഷ നൽകുമ്പോൾ പറ്റിയ അമളി ഇനി പറ്റരുത് എന്ന കാര്യത്തിൽ വലിയ നിശ്ചയം ജയിൽ വകുപ്പിനുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ സുരക്ഷ തന്നെ നൽകുമെന്ന് ജയിൽ വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട്. നമുക്കറിയാവുന്ന പോലെ രാവിലെ 7:30 ഇത്തരത്തിൽ ഗോവിന്ദചാമിയെ കൊണ്ട് അന്വേഷണ സംഘം ഇങ്ങോട്ട് വന്നത്. അതിനുശേഷം അല്പസമയം മുമ്പ് കടന്നു പോവുകയും ചെയ്തു. ഏതാണ്ട് 5 മണിക്കൂറിലധികം യാത്ര ചെയ്താണ് സംഘം ഇവിടെ എത്തിയതെന്ന് പറയാം. ഗോവിന്ദചാമിയെ കാത്ത് ഏകാന്ത സെല്ലാണ് ഇവിടെ ഉള്ളത് എന്നുള്ളതാണ് കാര്യം. ഏകാന്ത സെല്ലിലായിരിക്കും ഗോവിന്ദചാമിയെ തടവിൽ പാർപ്പിക്കുക. പ്രത്യേക ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഭക്ഷണം സെല്ലിലെത്തിക്കും. പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും പുറത്തേക്ക് പോകാനാവില്ല എന്നുള്ളതാണ് ഏകാന്ത സെല്ലിന്റെ പ്രത്യേകത. ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. അതുകൊണ്ട് തന്നെ പുറത്തു പോകാൻ കഴിയില്ല. മറ്റ് അന്തേവാസികളുമായും അതായത് മറ്റ് കുറ്റവാളികളുമായും ഒന്നും തന്നെ ഇടപഴകാൻ ഒരു സാഹചര്യം വിയൂർ അതിസുരക്ഷാ ജയിലിൽ ലഭിക്കില്ല എന്നുള്ളതാണ് സത്യമായ കാര്യം. 3 തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ്. 3 ടയർ സെക്യൂരിറ്റിയാണ് ഈ സിലിണ്ടറിക്കൽ ഷേപ്പിൽ നിർമ്മിക്കപ്പെട്ട ആ കെട്ടിടത്തിലുള്ളത്. അതുകൂടാതെ വൈദ്യുത വേലി എല്ലാത്തിനും പുറത്തുണ്ട്. 7 മീറ്റർ ഉയരത്തിലുള്ള മതിലുണ്ട്. ഇത്തരത്തിൽ പലതരത്തിലുള്ള ക്രമീകരണങ്ങളുണ്ട്. ഇതെല്ലാം കടന്ന് പുറത്തു വരുമ്പോഴും വാച്ച് ടവറുകളുണ്ട്. ആയുധധാരികളായ പോലീസ് ഉദ്യോഗസ്ഥരും കാവലിനുണ്ട്. ഇത്തരത്തിൽ അതീവ സുരക്ഷയാണ് കൊടും കുറ്റവാളികളെ പാർപ്പിക്കുന്ന വിയൂർ അതിസുരക്ഷാ ജയിലിലുള്ളത്. നിലവിൽ നിരവധി UAPA ചുമത്തപ്പെട്ടവർ, തീവ്രവാദ അനുകൂല നിലപാടുള്ളവർ, അങ്ങനെ ഒരുപാട് പേരാണ്. ഏതാണ്ട് 235 പേരാണ് വിയൂർ അതിസുരക്ഷാ ജയിലിൽ ഇപ്പോഴുള്ളത്. 500-ലധികം പേരെ പാർപ്പിക്കാനുള്ള സൗകര്യം വിയൂർ ജയിലിലുണ്ട്. എന്തായാലും അല്പസമയം മുമ്പ് ഗോവിന്ദചാമിയെ കൊണ്ടുവന്നുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ വാഹനം വിയൂർ ജയിലിനകത്തേക്ക് കടന്നുപോയി. നടപടികൾ അല്പസമയത്തിനകം തുടങ്ങും. അല്പസമയത്തിനകം വിയൂരിലെ ഏകാന്ത സെല്ലിൽ ഗോവിന്ദചാമിയെ പ്രവേശിപ്പിക്കും. ശരി.